അപ്പം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈല് ചാളക്കുട്ടാൻ്റെ റെസിപ്പിയാണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ രുചിയുള്ള നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ചാളക്കൂട്ടാൻ. അപ്പം നല്ല ഫ്രഷ് ചാള കിട്ടിയാൽ മാത്രം ചെയ്താൽ മതിയിട്ടാ. ഒരു 4 ചാള എടുത്തിട്ടുള്ള അരക്കിലും ചാള വാങ്ങിയെന്ന് നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. സംഭവം വൃത്തിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമുറിയല്ല 1 കപ്പ് നാളികേരം ചെരുകിയതും, ഒരു 2-3 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി ചേർക്കാണ്ടും തൃശ്ശൂരുകാർ മീൻകറി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് ചേർക്കാറുണ്ട് കേട്ടോ. എല്ലാം നല്ലപോലെ അരച്ച് ചട്ടിയിലേക്ക് ആക്കി 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത്, അരപ്പിൻ്റെ വെള്ളം കൂടി ചേർത്ത്, കറിവേപ്പില, ആ പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കൊടംപുളി. നമ്മൾ വാളംപുളിയാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇന്ന് പക്ഷേ ഞാൻ കൊടംപുളി കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലപോലെ അങ്ങോട്ട് വെട്ടി തിളപ്പിക്കുക. പിന്നെ എന്താ, കറി നല്ലപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചാളയും കൂടി ചേർത്തിട്ട് പിന്നീട് അതുകൊണ്ട് വേവിക്കാൻ വെക്കുക. ചാറൊന്ന് കുറുകി വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഇഞ്ചിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ ചതച്ച് ചേർത്താലും മതി, അരപ്പിൻ്റെ കൂടെ തന്നെ ചേർക്കണം എന്നില്ല. അപ്പം ലാസ്റ്റത്തെ ഈ ചടങ്ങ് ഇതില്ലാണ്ട് നമുക്ക് തൃശ്ശൂർക്ക് മീൻകറി ഇല്ല കേട്ടോ. നമ്മുടെ ചുവന്നുള്ളി ഇതുപോലെ മൂപ്പിച്ച് കറിവേപ്പിലും കൂടി ചേർത്ത്, വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളകും പൊടി ചേർത്തിട്ട് ഇത് അതുപോലെ മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈല് ചാളക്കൂട്ടൻ അല്ലെങ്കിൽ മീൻകറി സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ.